തിരുവനന്തപുരം LNCPയിൽ കായിക മത്സരത്തിനിടെ വിദ്യാർത്ഥികൾ കുഴഞ്ഞു വീണു. 3 പെൺകുട്ടികളും 2 ആൺകുട്ടികളുമാണ് കുഴഞ്ഞു വീണത്. വിദ്യാർത്ഥികളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവരങ്ങളുമായി KG ദിനകർ ചേരുന്നു. ദിനകർ പറയൂ. സുരാജ്, ഇന്ന് വൈകിട്ടാണ് സംഭവം. ഭക്ഷ്യവിഷബാധയാണ് എന്നാണ് ഇപ്പോൾ ഡോക്ടർമാർ വ്യക്തമാക്കുന്നത്. ICSE വിദ്യാർത്ഥികളുടെ റീജിയണൽ കോമ്പറ്റീഷൻ നടക്കുന്നതിനിടയിലായിരുന്നു സംഭവം. 2 ആൺകുട്ടികളും 3 പെൺകുട്ടികളുമാണ് കുഴഞ്ഞു വീണത്. ഇവർ ഐസ്ക്രീം കഴിച്ചിരുന്നു. ഐസ്ക്രീമിൽ നിന്നുള്ള ഭക്ഷ്യവിഷബാധയാണ് കുഴഞ്ഞു വീഴാൻ കാരണം എന്നാണ് ഡോക്ടർമാർ വിലയിരുത്തുന്നത്. അത് സംബന്ധിച്ചുള്ള പരിശോധന തുടർന്നു വരികയാണ്. വിദ്യാർത്ഥികൾ ആദ്യം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും അവിടെ നിന്നും പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇവർ ചികിത്സയിലാണ്. ഇവർക്ക് ബോധാവസ്ഥ മാറി ഇപ്പോൾ ബോധം തെളിഞ്ഞിട്ടുണ്ട് എന്നാണ് ഡോക്ടർമാർ വ്യക്തമാക്കുന്നത്. ഭയപ്പെടാനൊന്നുമില്ല എന്നാണ് ഡോക്ടർമാർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. സുരാജ്, KG ദിനകറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. പീപ്പിൾ ബിഗ് ബ്രേക്കിംഗ്. UDFിലെ 25 പ്രമുഖരുടെ മക്കൾ സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിൽ പ്രവേശിച്ചത് തലവരി അല്ലെങ്കിൽ സ്വാധീനം ഉപയോഗിച്ച്. ആരും തന്നെ മെറിറ്റിൽ പ്രവേശനം നേടിയവരല്ല. ചെന്നിത്തല, മുനീർ, അബ്ദുറബ് എന്നിവരുടെ മക്കളും ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. MBBSന് മതിപ്പ് ഫീസ് 1 കോടി രൂപയും PG കോഴ്സിന്റെ മതിപ്പ് ഫീസ് 3 കോടി രൂപയുമാണ്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള 25ഓളം UDF നേതാക്കളുടെ മക്കളോ മരുമക്കളോ ചെറുമക്കളോ ലക്ഷങ്ങൾ തലവരിപ്പണം നൽകിയോ സ്വാധീനം ചെലുത്തിയോ ആണ് സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിൽ പഠിക്കുന്നത്. സ്വാശ്രയ വിഷയത്തിൽ നിരാഹാരം കിടന്ന് സമരം ചെയ്യുന്ന UDF നേതാക്കളുടെ ധാർമ്മികതയാണ് ഇതിലൂടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. മുൻ മന്ത്രിമാരുടെയും നിലവിൽ MLA-മാരായിട്ടുള്ളവരുടെയും മക്കളും പേരക്കുട്ടികളും സ്വാശ്രയത്തിൽ പഠിക്കുന്നുണ്ട്. ഇതിൽ 6 പേർ പ്രവേശന പരീക്ഷയിൽ യോഗ്യത പോലും നേടിയിട്ടില്ല. ലക്ഷങ്ങൾ തലവരിപ്പണം നൽകിയാണ് ഇവർ പ്രവേശനം നേടിയത്. MBBSന് 75 ലക്ഷം മുതൽ 1 കോടി രൂപ വരെയും PGക്ക് 2 കോടി രൂപ മുതൽ 3 കോടി രൂപ വരെ നൽകിയുമായിരുന്നു പ്രവേശനം. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ മകൻ MBBS പഠിച്ചതും ഇപ്പോൾ PGക്ക് പഠിക്കുന്നതും അമൃത മെഡിക്കൽ സയൻസസിലാണ്. മാനേജ്മെന്റ് കോട്ടയിലായിരുന്നു പ്രവേശനം. മുൻ മന്ത്രിമാരായ MK മുനീർ, PK അബ്ദുറബ് എന്നിവരുടെ മക്കളും ആര്യാടൻ മുഹമ്മദിന്റെ പേരക്കുട്ടികളും പഠിക്കുന്നത് സ്വാശ്രയ മെഡിക്കൽ കോളേജിലെ മാനേജ്മെന്റ് സീറ്റുകളിലാണ്. നിരാഹാരമനുഷ്ഠിച്ച N ഷംസുദ്ദീൻ MLAയുടെ മകൾ ഷഹർസാദ് പഠിക്കുന്നത് പാലക്കാട് കരുണ മെഡിക്കൽ കോളേജിലാണ്. സർക്കാരുമായി ഒരു കാലത്തും കരാർ ഒപ്പുവയ്ക്കാൻ തയ്യാറാകാതെ സ്വന്തം നിലയിൽ ലക്ഷങ്ങൾ വാങ്ങി പ്രവേശനം നടത്തുന്നവരാണ് കരുണ മെഡിക്കൽ കോളേജ്. KNA ഖാദർ, പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ, PT തോമസ്, പാറക്കൽ അബ്ദുള്ള, സണ്ണി ജോസഫ്, TN പ്രതാപൻ, പ്രയാർ ഗോപാലകൃഷ്ണൻ, ശക്തൻ നാടാർ, മഞ്ഞളാംകുഴി അലി, TT ഇസ്മായിൽ തുടങ്ങിയവരുടെ മക്കൾ പഠിക്കുന്നതും സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിൽ തന്നെയാണ്. UDF സർക്കാരിൻ്റെ കാലത്ത് സ്വാശ്രയ കോളേജുകൾക്ക് അനുകൂലമായ കരാർ ഉണ്ടാക്കിയാണ് ഇതിൽ മിക്ക പ്രവേശനവും നടന്നിരിക്കുന്നത് എന്നതാണ് വസ്തുത. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന നേതാക്കളുടെ മക്കളും ഇത്തരത്തിൽ പഠിക്കുന്നുണ്ട്. UDF നേതാക്കളുടെ മക്കൾ തങ്ങളുടെ കോളേജുകളിൽ പഠിക്കുന്നുണ്ട് എന്ന് സ്വാശ്രയ മെഡിക്കൽ മാനേജ്മെന്റ് അസോസിയേഷൻ പ്രതിനിധികളും വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. 2006-ൽ സണ്ണി ജോസഫ് MLAയുടെ മകൾ അഞ്ജു റോസ് പരിയാരം മെഡിക്കൽ കോളേജിൽ MBBSന് അഡ്മിഷൻ നേടിയത് കുപ്രസിദ്ധമായ പ്രിവിലേജ് സീറ്റിലൂടെ. അന്ന് UDF ഭരണസമിതിയെ സ്വാധീനിച്ച് മെറിറ്റ് സീറ്റ് അട്ടിമറിച്ചാണ് പരിയാരത്ത് സണ്ണി ജോസഫിന്റെ മകൾ അഡ്മിഷൻ നേടിയത്. 2006-ൽ UDF ഭരണസമിതി പരിയാരം മെഡിക്കൽ കോളേജ് ഭരിക്കുന്ന കാലത്താണ് സണ്ണി ജോസഫ് MLAയുടെ മകൾ മെറിറ്റ് സീറ്റ് അട്ടിമറിച്ചുകൊണ്ട് പ്രിവിലേജ് സീറ്റിൽ പരിയാരം മെഡിക്കൽ കോളേജിൽ MBBSന് അഡ്മിഷൻ നേടിയത്. സംസ്ഥാന സർക്കാരിന്റെ എൻട്രൻസ് റാങ്ക് ലിസ്റ്റിൽ 24,000 ആയിരുന്നു അഞ്ജു റോസിന്റെ റാങ്ക്. 1446 പരിയാരത്തെ അഞ്ജുവിന്റെ അഡ്മിഷൻ നമ്പർ. മാനേജ്മെന്റിന് ആരെയും യോഗ്യത നോക്കാതെ തിരികെ കയറ്റാനുള്ള അവസരമായിരുന്നു 10% പ്രിവിലേജ് സീറ്റ് കൊണ്ട് അന്ന് UDF ഭരണസമിതി ലക്ഷ്യമിട്ടത്. പിന്നീട് വന്ന LDF ഭരണസമിതി പ്രിവിലേജ് സീറ്റ് എടുത്തുമാറ്റി പകരം യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികൾക്ക് നിയമനം നൽകുക എന്ന രീതിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. അതിനുശേഷം 2700-നും 800-നും ഇടയിൽ റാങ്ക് ലിസ്റ്റിലുള്ള വിദ്യാർത്ഥികൾ മാത്രമാണ് പരിയാരത്ത് പ്രവേശനം നേടിയത്. 2006-ൽ മെറിറ്റ് ലിസ്റ്റ് അട്ടിമറിച്ചുകൊണ്ട് സണ്ണി ജോസഫ്, K സുധാകരനടക്കമുള്ള ഭരണസമിതിയെ സ്വാധീനിച്ചാണ് മകൾക്ക് അഡ്മിഷൻ വാങ്ങിയതെന്ന ആരോപണവും ശക്തമാവുകയാണ്. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. സ്വാശ്രയ വിഷയത്തിൽ ഇന്നും നിയമസഭ പ്രക്ഷുബ്ധം. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് തുടർച്ചയായ 5-ാം ദിവസവും സഭ നേരത്തെ പിരിഞ്ഞു. തലവരിപ്പണം വാങ്ങുന്നത് സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം നടത്തുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. പരിയാരം മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. കരാർ ഒപ്പിടാത്ത 3 സ്വാശ്രയ മെഡിക്കൽ കോളേജുകൾക്കെതിരെ സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് ആരോഗ്യമന്ത്രി സഭയെ അറിയിച്ചു. അതേസമയം UDF MLA-മാരുടെ നിരാഹാര സമരം തുടരുകയാണ്. കഴിഞ്ഞ ദിവസത്തെ പോലെ കറുത്ത ബാഡ്ജുകളും ധരിച്ച് ബാനറുകളും പ്ലക്കാർഡുകളും ഉയർത്തി മുദ്രാവാക്യം വിളികളോടെയായിരുന്നു പ്രതിപക്ഷം സഭാ സമ്മേളനത്തിന്റെ 5-ാം ദിവസവും എത്തിയത്. തുടർച്ചയായി 5-ാം തവണയും സ്വാശ്രയ വിഷയം തന്നെ പ്രതിപക്ഷം നിയമസഭയിൽ അടിയന്തര പ്രമേയമായി ഉന്നയിക്കുകയായിരുന്നു.
സ്വാശ്രയ മെഡിക്കൽ കോളേജ് മാനേജ്മെന്റുകൾ തലവരിപ്പണം വാങ്ങുന്ന കാര്യം മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടും സർക്കാർ അത് കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന് VT ബൽറാം ആരോപിച്ചു. എന്നാൽ തലവരിപ്പണം വാങ്ങിയതിന് വ്യക്തമായി തെളിവോ പരാതിയോ ലഭിച്ചാൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു. 20 കോളേജുകൾ സർക്കാരുമായി കരാറുണ്ടാക്കി. സ്വന്തം രീതിയിൽ പ്രവേശനം നടത്തിയ 3 മെഡിക്കൽ കോളേജുകൾക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും മന്ത്രി KK ശൈലജ വ്യക്തമാക്കി. അതേസമയം സ്വാശ്രയ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം താൻ യാതൊരു യോഗത്തിലും പങ്കെടുത്തിട്ടില്ലെന്നും തന്നെ ആരും യോഗത്തിന് വിളിച്ചിട്ടില്ലെന്നും പറഞ്ഞാണ് മുഖ്യമന്ത്രി സഭയിൽ സംസാരിച്ചത്. ചില മാധ്യമങ്ങളുടെ ഉപദേശം സ്വീകരിച്ച് എത്തിയ പ്രതിപക്ഷം അപഹാസ്യരാവുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സ്വാശ്രയ കോളേജുകളിലെ തലവരിപ്പണം വാങ്ങുന്നത് സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം നടത്തുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ആ വാർത്തയിൽ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്ന് പരിശോധിക്കാൻ വിജിലൻസിനോട് പറയാം. വിജിലൻസിനെ കൊണ്ട് ആ കാര്യം പരിശോധിക്കും. എനിക്ക് പ്രതിപക്ഷ അംഗങ്ങളോട് പൊതുവിൽ അഭ്യർത്ഥിക്കാനുള്ളത്, തലവരിപ്പണം എവിടെയെങ്കിലും വാങ്ങി എന്ന് വല്ല പരാതിയും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും സർക്കാരിന് കൈമാറണം. അതും വിജിലൻസിന് കൈമാറാൻ സർക്കാർ സന്നദ്ധമാണ്. പരിയാരം സഹകരണ മെഡിക്കൽ കോളേജ് ഉടൻ സർക്കാർ ഏറ്റെടുക്കും. സർക്കാർ മെഡിക്കൽ കോളേജ് ആകുന്നതോടെ 100% സീറ്റിലും സർക്കാർ ഫീസിൽ കുട്ടികൾക്ക് പഠിക്കാനാകും. നിലവിലെ സാഹചര്യത്തിൽ പരിയാരത്തെ ഫീസ് കുറയ്ക്കാനാവില്ലെന്നും അദ്ദേഹം സഭയെ അറിയിച്ചു. സർക്കാരും സ്വാശ്രയ മാനേജ്മെന്റുകളും ഒത്തുകളിക്കുകയാണെന്നും CMന് നിഷേധാത്മക നിലപാടാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാത്ത പശ്ചാത്തലത്തിൽ സഭയിൽ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു. എന്നാൽ സ്വാശ്രയ വിഷയത്തിൽ സർക്കാരിന് നിസ്സംഗതയാണെന്ന് പറഞ്ഞ് KM മാണി വിഭാഗം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. തുടർന്ന് സഭയിൽ പ്രതിപക്ഷം ബഹളം വെച്ചതിനെ തുടർന്ന് സഭാ നടപടികൾ പൂർത്തിയാക്കാനാകാതെ സഭ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പീപ്പിൾ ഇമ്പാക്ട് അധ്യാപക നിയമനത്തിനായി കോഴ വാങ്ങിയതിൽ നടപടി. IED സെൽ ഡെപ്യൂട്ടി ഡയറക്ടർ R രാജൻ കുറ്റക്കാരനെന്ന് അഡീഷണൽ DPIയുടെ അന്വേഷണ റിപ്പോർട്ട്. രാജനെതിരെ വകുപ്പുതല നടപടിക്ക് DPIയുടെ ശുപാർശ. IED സെൽ ഡെപ്യൂട്ടി ഡയറക്ടർ R രാജനും സഹായ് ജ്യോതിഷും റിസോഴ്സ് അധ്യാപക നിയമനത്തിന് കോഴ ആവശ്യപ്പെടുന്ന ഒളിക്യാമറ ദൃശ്യങ്ങൾ പീപ്പിൾ TV പുറത്തുവിട്ടിരുന്നു. വാർത്തയെ തുടർന്ന് രാജനെ സസ്പെൻഡ് ചെയ്ത പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ KV മോഹൻകുമാർ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ അഡീഷണൽ DPI JC ജോസഫിനെ ചുമതലപ്പെടുത്തിയിരുന്നു. അഡീഷണൽ DPI നടത്തിയ അന്വേഷണത്തിലാണ് രാജൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത്. രാജന്റെ അനധികൃത സ്വത്ത് സമ്പാദനം, റിസോഴ്സ് ടീച്ചർമാരെ ഉപദ്രവിക്കുന്നത് ഉൾപ്പെടെയുള്ള പരാതികളെക്കുറിച്ചും DPI അന്വേഷണം നടത്തിയിരുന്നു. രാജനെക്കുറിച്ച് റിസോഴ്സ് ടീച്ചർമാർ നൽകിയ പരാതികൾ സത്യമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം DPIക്ക് സമർപ്പിച്ചു. അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രാജനെതിരെ വകുപ്പുതല നടപടിക്ക് DPI മോഹൻകുമാർ ശുപാർശ ചെയ്തു. അതേസമയം സസ്പെൻഷനിലുള്ള രാജൻ പഴയ പോസ്റ്റിലേക്ക് തിരിച്ചു വരാൻ പല ശ്രമങ്ങളും നടത്തിയിരുന്നു. എന്നാൽ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രാജനെതിരെ വിദ്യാഭ്യാസ വകുപ്പ് കർശന നടപടി സ്വീകരിക്കുമെന്നാണ് സൂചന. PV കുട്ടൻ, കോഴിക്കോട്. അഴിമതിക്കെതിരെയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാട് സ്വാഗതാർഹമെന്ന് നടൻ ശ്രീനിവാസൻ പറഞ്ഞു. വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിന് സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കാൻ അനുമതി നൽകിയത് പിണറായിയുടെ പോസിറ്റീവ് സമീപനത്തിനുള്ള തെളിവാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പം ചാർജ് എടുത്തതിന് ശേഷം അദ്ദേഹം വളരെ പോസിറ്റീവായിട്ടാണ് അഴിമതിക്കെതിരായിട്ടൊക്കെ സംസാരിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും അല്ല ഇതിലൊക്കെ അദ്ദേഹം എതിരായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം വളരെ പോസിറ്റീവായിട്ടാണ് ഇപ്പോൾ ഈ കാര്യത്തിൽ. ഒരുപക്ഷെ ജേക്കബ് തോമസിന് എന്ന് പറയുന്ന ആ ഉദ്യോഗസ്ഥന് ഇത്രയധികം സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കാൻ അനുവദിച്ച് തന്നെ അദ്ദേഹത്തിൻ്റെ പോസിറ്റീവായിട്ടുള്ള ഒരു നിലപാടാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആരാധകരുടെ കാത്തിരിപ്പിനൊടുവിൽ മോഹൻലാലിന്റെ മകൻ പ്രണവ് മോഹൻലാൽ നായകനാവുന്നു. മോഹൻലാൽ തന്നെയാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. ജീത്തു ജോസഫിന്റെ നായകനായാണ് പ്രണവ് മോഹൻലാൽ വീണ്ടും അഭിനയ രംഗത്തേക്ക് എത്തുന്നത്. ആക്ഷൻ ത്രില്ലർ സ്വഭാവത്തിലുള്ള ചിത്രം ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് നിർമ്മിക്കുന്നത്. ജീത്തു ജോസഫിന്റെ നായകനായാണ് പ്രണവ് മോഹൻലാൽ വീണ്ടും അഭിനയ രംഗത്തേക്ക് എത്തുന്നത്. ആക്ഷൻ ത്രില്ലർ സ്വഭാവത്തിലുള്ള ചിത്രം ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് നിർമ്മിക്കുന്നത്. ചിത്രം അടുത്ത വർഷം റിലീസ് ചെയ്യും. ഒന്നാമൻ എന്ന സിനിമയിൽ മോഹൻലാലിന്റെ ബാല്യകാലം അഭിനയിച്ചുകൊണ്ടാണ് പ്രണവ് അഭിനയരംഗത്ത് അരങ്ങേറ്റം കുറിച്ചത്. പിന്നീട് പുനർജനി എന്ന ചിത്രത്തിൽ അഭിനയിച്ചു. സാഗർ ഏലിയാസ് ജാക്കി എന്ന ചിത്രത്തിൽ അതിഥി താരമായും പ്രണവ് സാന്നിധ്യമറിയിച്ചു. പിന്നീട് ജീത്തു ജോസഫിന്റെ സഹസംവിധായകനായാണ് പ്രണവ് സിനിമാ രംഗത്തേക്ക് മടങ്ങിയെത്തിയത്. കമൽഹാസനെ നായകനാക്കി ജീത്തു തമിഴിൽ സംവിധാനം ചെയ്ത പാപനാശം എന്ന ചിത്രത്തിലും ദിലീപിനെ നായകനാക്കി ഒരുക്കിയ ലൈഫ് ഓഫ് ജോസൂട്ടി എന്ന ചിത്രത്തിലും സഹസംവിധായകനായി പ്രവർത്തിച്ചിട്ടുണ്ട്. 10ഓളം മുൻനിര സംവിധായകർ പ്രണവുമായി ഒരുമിച്ച് പ്രവർത്തിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു.
എന്നാൽ ജീത്തു ജോസഫുമായുള്ള മാനസിക ബന്ധമായിരിക്കാം അദ്ദേഹത്തിന്റെ ചിത്രത്തിൽ അഭിനയിക്കാൻ പ്രണവ് താൽപര്യം പ്രകടിപ്പിച്ചതെന്നും മോഹൻലാൽ പ്രതികരിച്ചു. എന്റർടൈൻമെന്റ് ഡെസ്ക്. ജിഷ വധക്കേസിൽ നവംബർ 2-ന് വിചാരണ തുടങ്ങും. കേസിൽ കുറ്റപത്രത്തിന്മേലുള്ള പ്രാഥമിക വാദം പൂർത്തിയായി. 9 വകുപ്പുകൾ ചുമത്തിക്കൊണ്ടുള്ള കുറ്റപത്രം കോടതി പ്രതി അമീറുൽ ഇസ്ലാമിനെ വായിച്ചു കേൾപ്പിച്ചു. പ്രതി കുറ്റം നിഷേധിച്ചു. ജിഷ വധക്കേസ് പ്രതി അമീറുൽ ഇസ്ലാമിനെതിരെ അന്വേഷണ സംഘം ചുമത്തിയ വകുപ്പുകൾ പ്രോസിക്യൂഷൻ കോടതിയിൽ വിശദീകരിച്ചു. എന്നാൽ അമീറിന് ജിഷയെ മുൻപരിചയമില്ലാത്തതിനാൽ ദളിത് പീഡന കുറ്റം നിലനിൽക്കില്ലെന്ന് പ്രതിഭാഗം വാദിച്ചു. തുടർന്ന് 9 വകുപ്പുകൾ ചുമത്തിക്കൊണ്ടുള്ള കുറ്റപത്രം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് N. അനിൽകുമാർ പ്രതിയെ വായിച്ചു കേൾപ്പിച്ചു. ദ്വിഭാഷിയായി നിയോഗിക്കപ്പെട്ട BSF ഡെപ്യൂട്ടി കമാൻഡന്റ് K. പ്രസാദിന്റെ സഹായത്താൽ അമീർ കുറ്റപത്രം മനസ്സിലാക്കി. കൊലപാതകം, ബലാത്സംഗം, വീട്ടിൽ അതിക്രമിച്ചു കിടക്കൽ, അന്യായമായി തടഞ്ഞുവെക്കൽ, തെളിവ് നശിപ്പിക്കൽ, പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്കെതിരെയുള്ള അതിക്രമം തടയൽ നിയമം ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് അമീറുൽ ഇസ്ലാമിനെതിരെ ചുമത്തിയിരിക്കുന്നത്. കുറ്റപത്രം കേട്ട അമീർ താൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് കോടതിയോട് പറഞ്ഞു. തുടർന്നാണ് വിചാരണ നവംബർ 2-ന് തുടങ്ങാമെന്ന് കോടതി അറിയിച്ചത്. നവംബർ 2 മുതൽ ജനുവരി 23 വരെ നടക്കുന്ന വിചാരണയിൽ 195 സാക്ഷികളെ കോടതി വിസ്തരിക്കും. കഴിഞ്ഞ ഏപ്രിൽ 28-നാണ് പെരുമ്പാവൂർ കുറുപ്പമ്പടി സ്വദേശിനി ജിഷയെ അസം സ്വദേശി അമീറുൽ ഇസ്ലാം മൃഗീയമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയത്. ജൂൺ 16-നാണ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകട കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ സംസ്ഥാന സർക്കാർ നിയമിച്ചു. പാരിപ്പള്ളി രവീന്ദ്രനെയാണ് നിയമിച്ചത്. കേസിലെ സാക്ഷികളുടെ ബാഹുല്യം കണക്കിലെടുത്ത് പ്രത്യേക കോടതി വേണമെന്നാവശ്യപ്പെട്ട് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ സർക്കാരിന് കത്തെഴുതി. 1680 സാക്ഷികളാണ് കേരളത്തിൽ നടുക്കിയ വെടിക്കെട്ട് ദുരന്തത്തിൽ ആകെയുള്ളത്. ക്ഷേത്ര ഭാരവാഹികളും വെടിക്കെട്ട് കരാറുകാരും ജോലിക്കാരും ഉൾപ്പെടെ 57 പ്രതികൾ. ഇത്രയുമധികം പേരുടെ വിസ്താരം പരവൂർ സെഷൻസ് കോടതിയിൽ നടത്താൻ ബുദ്ധിമുട്ടാണെന്ന് കാണിച്ച് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പാരിപ്പള്ളി രവീന്ദ്രൻ സർക്കാരിന് കത്തെഴുതിയത്. കൊല്ലത്തോ പരവൂരോ പ്രത്യേക കോടതി സ്ഥാപിച്ചേക്കാനാണ് സാധ്യത. ഈ കേസിന്റെ വോളിയംനെസ് അതുകൊണ്ടാണ്. കാര്യം 10,000 കണക്കിന് പേജുള്ള ചാർജ് ഷീറ്റും 1000 സാക്ഷികളും ഏതാണ്ട് 110-ലധികം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അതുപോലെ തന്നെ അത്രയും ഇൻക്വസ്റ്റ് റിപ്പോർട്ടും 500-ലധികം ആളുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റതിൻ്റെ സർട്ടിഫിക്കറ്റും ഒക്കെ തെളിയിക്കാനിരിക്കുന്ന കേസായതുകൊണ്ടാണ് സാധാരണഗതിയിൽ മറ്റ് കോടതികളിലെ പോലെ കേസ് വിചാരണ നടന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് നീതി എത്തിക്കാൻ കഴിയില്ല എന്നുള്ളത് ഈ സ്പെഷ്യൽ കോടതി എന്നുള്ള നിർദ്ദേശം സർക്കാരിൻ്റെയൊക്കെ പരിഗണനയിലുള്ളത്. ഇക്കഴിഞ്ഞ ഏപ്രിൽ 11-ന് പുലർച്ചെ നടന്ന ദുരന്തത്തിലെ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കുവാൻ ക്രൈംബ്രാഞ്ചിന് കഴിഞ്ഞിട്ടില്ല. പ്രതികളായ 57 പേരും ഇപ്പോൾ ജാമ്യത്തിലാണ്. കേസിലെ സാക്ഷികളുടെ എണ്ണ കൂടുതലും ശാസ്ത്രീയ തെളിവെടുപ്പിന്റെ കാലതാമസവും കാരണമാണ് കുറ്റപത്രം വൈകുന്നതെന്നാണ് ക്രൈംബ്രാഞ്ച് വൃത്തങ്ങൾ പറയുന്നത്. 1400 പേജിലാണ് കുറ്റപത്രം തയ്യാറാക്കുന്നത്. 110 പേർ മരിക്കുകയും 300-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത കേസിൽ 1600 സാക്ഷികളും 500ഓളം തെളിവുകളും ഉൾപ്പെടും. കുറ്റപത്രം നൽകിയാലുടൻ പ്രത്യേക കോടതിയിലേക്ക് വിചാരണ നടപടികൾ മാറ്റും. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പാകം ചെയ്ത് 2 ദിവസം കഴിഞ്ഞിട്ടും തിളച്ചുകൊണ്ടിരിക്കുന്ന മത്സ്യക്കറി നാട്ടുകാരിൽ അത്ഭുതമുളവാക്കുന്നു. മുക്കം നഗരസഭയിലെ കാതിയോട് പൈറ്റുളി ലെവന്റെ വീട്ടിൽ പാകം ചെയ്ത അയലക്കറിയിൽ നിന്നാണ് 2 ദിവസം കഴിഞ്ഞിട്ടും ആവി പറക്കുന്നത്. മുക്കം MES സഹകരണ ആശുപത്രി ജീവനക്കാരനായ ലെവന്റെ വീട്ടിൽ ഉണ്ടാക്കിയ മീൻകറിയാണ് 2 ദിവസം കഴിഞ്ഞും തിളച്ചുകൊണ്ടേയിരിക്കുന്നത്. മീൻകറി തുടർച്ചയായി തിളയ്ക്കുന്നതും ആവി പറക്കുന്നതും ഇവരിൽ പരിഭ്രാന്തിയും ഒപ്പം അത്ഭുതവും ഉണ്ടാക്കുന്നു. ചൊവ്വാഴ്ച രാത്രി ഉണ്ടാക്കിയ മീൻകറി അന്ന് കുടുംബസമേതം ഇവർ കഴിച്ചിരുന്നു. പിറ്റേന്ന് രാവിലെ പാത്രം തുറന്നു നോക്കിയപ്പോഴാണ് മീൻകറിയിൽ നിന്ന് ആവി പറക്കുന്നതും തിളച്ചുമറിയുന്നതും കണ്ടത്. രാത്രി ഒരു 7 മണിക്ക് ശേഷമാണ് മീൻ കൊണ്ടുവന്നത്. പിന്നെ 9 മണിക്ക് ശേഷം കറി വെച്ച് അതിന് കുറച്ചെടുത്ത് ഞങ്ങൾ കഴിക്കുകയും ചെയ്ത് അതിന്റെ ബാക്കി അവിടെ മൂടി വെച്ച് അങ്ങനെ രാവിലെ ഒരു 7 മണിയാകുമ്പോൾ മൂടി തുറന്നു നോക്കുന്ന സമയത്ത് അങ്ങനെ തിളയ്ക്കുന്നു കണ്ട്. മത്സ്യം കേടാകാതിരിക്കാനായി ഉപയോഗിക്കുന്ന രാസപദാർത്ഥമാകാം ഈ പ്രതിഭാസത്തിന് പിന്നിലെന്നാണ് കരുതുന്നത്. മത്സ്യം അഴുകാതിരിക്കാൻ ഫോർമാലിൻ, അമോണിയ തുടങ്ങിയ ഉപയോഗിക്കുന്നതായി പരാതിയും ഉണ്ടായിരുന്നു. നേരത്തെ ഈ പ്രതിഭാസം മൂവാറ്റുപുഴയിലും റിപ്പോർട്ട് ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.